ഈ ലോട്ടറി എനിക്ക് അടിക്കും. ദാ പിടി സുശീലേട്ടാ, ബാലൻസ്ഡ്. ചില്ലറയില്ല ശിവൻകുട്ടി, ആരോഗ്യമാസി പറഞ്ഞോ. എനിക്ക് ആരോഗ്യമാസിയൊന്നും വേണ്ട, കാശ് നിനക്ക് ആവശ്യം വരും. അത് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. കുപ്പി ഉച്ചക്കലത്തെ ഊണ് ലാഭിക്കാലോ. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. താൻ പോടോ, മിണ്ടാപ്രാണിക്ക് ബിസ്ക്കറ്റ് കൊടുത്താലേ പുണ്യം കിട്ടും. ശിവൻകുട്ടി ഞാനാണ് പറയണത്, ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. എടാ കൊടുക്കരുത് പറഞ്ഞാ കൊടുക്കരുത്. പോ സുശീലണ്ണ, എന്റെ വീട്ടിലും പട്ടിയുള്ളത് തന്നെ. തിന്നു മോനെ. അത്രയും അങ്ങോട്ട് കയറ്റണ്ട, എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ളതാ. പോട്ടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കല്ലേ കൊടുക്കല്ലേന്ന്. ഇനി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്തില്ലെങ്കിൽ ഒരു അടി നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല, അത് കടിച്ച് കീറും. ദേ ഇരിക്കുന്ന ആളെ കണ്ട, നീ വരണതിന് മുമ്പ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ആളാ. അയാളുടെ കയ്യിലെ പൈസ തീർന്നപ്പോ അയാൾ കുടുങ്ങി, നീ വന്നപ്പോ അയാൾ രക്ഷപ്പെട്ട്. കൊടുത്തോണ്ടിരുന്നോ? ഇങ്ങനെയുള്ള എന്നോടൊന്നും നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ സമ്മതിക്കണ്ടേ? ഇനി ഒരു പണിയായി, കൈയൊഴിയാതെ കൊടുത്തോണ്ടിരുന്നോ? എനിക്ക് പെട്ടെന്ന് പോകാനുള്ളായിരുന്നു. നീ സാധാരണ പട്ടിയൊന്നും അല്ലടാ, നീ ചിമ്പാൻസിക്കുണ്ടായതാടാ നായിന്റെ മോനെ. ശിവൻകുട്ടി ഈശ്വര, അടുത്ത കുരിച്ച്. ആഹാ, നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചടാ. പലിശക്കാശും തരാതെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് കളിച്ചോണ്ടിരിക്കല്ലടാ. കാശ് ഞാൻ മുഴുവനായിട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തോളാം. ഞാൻ 2 മിനിറ്റ് വണ്ടിക്കകത്തിരിക്കാ. കാശ് കൊടുത്തോളാ. ഓ, അങ്ങനെ 2 പട്ടിയുടെ നിന്ന് രക്ഷപ്പെട്ടു. ഏതാണോ ഈ മുന്തിയനം? ബെസ്റ്റനാണ്. നിന്നെ തിന്ന് പെട്ടെന്ന് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ദാസപ്പ. ഇത് കടിക്കുവോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇന്നലെ 2 പേരെ കടിച്ചത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രിക്ക്. ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 കൊല്ലം എടുക്കും. വള്ളിത്തോട് ഗ്രാമത്തിൽ ബ്രാൻഡ്